ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ ടീച്ചറമ്മയുടെ ഒറിജിനൽ നാളത്തെ പ്രൊമോ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ മഹേഷിന്റെയും രേണുവിന്റെയും ആ ഒരു പുതിയ വീടിന്റെ ആ പാലുകാച്ചിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ രാധയും ഭർത്താവ് നമ്മുടെ എസ്ഐയും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ആ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രാധയുടെ അടുത്തേക്ക് പോവാണ്. ചേച്ചി, എടാ മഹേഷ്, വീട് സൂപ്പർ ആണല്ലോടാ, ഒരു രക്ഷയില്ല. എന്നാലും വീട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും സൂപ്പർ വീടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ചേച്ചിക്ക് ഇഷ്ടമായോ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇന്റീരിയർ വർക്കിംഗ് ആണെങ്കിലും ഒരുപാടില്ല എന്ന ആവശ്യത്തിനുണ്ട് താനും. കൊള്ളാടാ, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. എന്തായാലും രേണുയുടെ സ്വഭാവത്തിലും നല്ല മാറ്റം ഉണ്ടല്ലേ? രേണുയുടെ മാത്രമല്ലല്ലോ ചേച്ചി, നമ്മുടെ സ്വഭാവത്തിലും മാറ്റമൊക്കെ വന്ന് തുടങ്ങിയല്ലോ. അത് നീ പറഞ്ഞ ശരിയാടാ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷത്തോടെയും ഒരു ഒത്തൊരുമയോടെയും ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാനും ഏട്ടൻ തമ്മിൽ അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, വഴക്കും ഉണ്ടാവാറില്ല. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഇപ്പോ ഞങ്ങൾ തമ്മിൽ ഔട്ടിംഗ് ഒക്കെ പോവാറുണ്ട്. കൊള്ളാലോ. ഞാനും അതേച്ചി ഇനിയുള്ള കാലം രേണുവിന്റെ മോന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വിചാരിച്ചു. പരസ്പര സ്നേഹവും വിശ്വാസമാണല്ലോ വേണ്ടത്. അതേടാ. അല്ലടാ, നമ്മുടെ ആ കൃഷ്ണ മാഷിനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കാണ്. കൃഷ്ണ മാഷിനെ വിളിക്കുന്ന കാര്യം അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ വല്യമ്മാവനും പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല ചേച്ചി. എനിക്കെന്തോ അയാൾ വരുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതേതായാലും നന്നായി. അമ്മ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കെന്ന്. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം മതിയെന്ന് ഞാൻ അമ്മയടുത്ത് തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ അമ്മയുടെ മുഖം ആകെ മാറി എന്ന് മഹേഷ് പറയുമ്പോ രാധ പറയുന്നുണ്ട്, എടാ മുഖം മാറിയാലും കുഴപ്പമൊന്നുമില്ല, എനിക്കെന്തോ ഒട്ടും താല്പര്യമില്ല. വല്യമാമനാണെന്നുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് ആ ഒരു പ്രപ്പോസൽ നടത്താൻ താല്പര്യവും ഉണ്ടല്ലോ. അതെ, അയാൾക്കാണെങ്കിൽ അമ്മനെ കെട്ടിയാൽ കൊള്ളാന്നുണ്ട്. എന്തായാലും അതൊന്നും ശരിയാവില്ലടോ, എനിക്കത് ആലോചിച്ചിട്ടാണ് എന്തോ പോലെ എന്ന് രാധ പറയാണ്. മഹേഷും പറയണ്ട, അതേ ചേച്ചി, എത്രയൊക്കെ മാറി ചിന്തിച്ചിട്ടും എനിക്കതങ്ങട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ ആ മാഷിനെ വിളിക്കാതിരുന്നത്. അതേതായാലും നന്നായി എന്ന് രാധയും പറയാട്ടോ. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ടീച്ചർ വരുന്നുണ്ട്. അതെ, ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? നിങ്ങൾക്കൊരു കുറച്ച് സമയം കിട്ടിയ അനിയനും അതുപോലെ തന്നെ ചേച്ചിയും കൂടി കുശു കുശു എന്ന് പറഞ്ഞിട്ട് കാത് കടിച്ചെടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താണ് പുതിയ രഹസ്യം രണ്ടുപേരും കൂടി? എന്തേലും പുതിയ പ്ലാനിങ് ആണോ? ഒന്നുമില്ല അമ്മേ, ഞാൻ ഈ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കൊള്ളാന്ന് പറയായിരുന്നു. ഇവൻ വീട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും അതിഗംഭീരമായ വീടാണെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ എന്ന് പറയുമ്പോ ടീച്ചർ പറയണ്ട്, അതെ ഞാനും വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. അതെ, ഇങ്ങനെ അങ്ങ് നിന്നാ മതിയോ? വാ, എല്ലാവർക്കുള്ള ഇല വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇല വെക്കാട്ടോ ടീച്ചറമ്മ. അതിനുശേഷം എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ വിളമ്പുന്നുണ്ട്. വെജിറ്റബിൾ സദ്യ ആട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് കഴിക്കണത്. പേരക്കുട്ടികളാണെങ്കിൽ നമ്മുടെ ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, അമ്മുമ്മ ഞങ്ങൾക്ക് വേണം ആദ്യം വാരി തരാനായിട്ട്, എന്നിട്ട് സ്വന്തം മക്കൾക്ക് വാരി കൊടുത്താൽ മതി. അമ്പടി ഗേമിമാരെ, അതെ ആദ്യം സ്വന്തം മക്കൾക്ക്, അത് കഴിഞ്ഞിട്ടേ പേരക്കുട്ടികൾക്കുള്ളൂ എന്ന് ടീച്ചറമ്മ പറയാണ്. അത് പറ്റില്ല, മക്കളൊക്കെ വലുതായി, അവർക്ക് മക്കളുമായി, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് സദ്യ വാരുത്താം എന്ന് പറയാണ്. അങ്ങനെ ടീച്ചറമ്മ എല്ലാവർക്കും സദ്യ വാരി കൊടുക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. പിന്നെ സ്വന്തം മക്കളായിട്ടുള്ള രാധക്കും മഹേഷിനും വീണക്കും ഓരോ പിടി സദ്യ വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ മരുമക്കൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതിനുശേഷം രേണുയുടെ അച്ഛനും അമ്മയും പറയണ്ട്, എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ടീച്ചറും അതുപോലെ തന്നെ വല്യമാവനും പറയണ്ട് കേട്ടോ. അതെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഇറങ്ങണത്? ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിക്കൂടെ? അയ്യോ, അത് വേണ്ട, അറിയാലോ ഇപ്പത്തെ സാഹചര്യവും കാര്യങ്ങളൊക്കെ. അപ്പോ അതെ, ഞങ്ങൾ എന്തായാലും പോകുവാണെന്ന് പറയാണ്. അപ്പൊ മഹേഷ് വേണ്ട ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തേക്ക് പോവാണ്. ശേഷം അവർ വന്നല്ലോ, അതിന് മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ. മഹേഷ് എന്തോ ഒരു സംഭവം അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കേണ്ട രണ്ടുപേരുടെ. മഹേഷ് വിചാരിക്കുകയാണ്, എന്തായാലും ഇവരുടെ സ്വഭാവം മാറിയ പോലെ തോന്നുന്നുണ്ട്, ഇനി പറ്റുന്ന പോലെ അവരൊന്ന് സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം മഹേഷ് എല്ലാവരോടും കൂടി വലിയൊരു സന്തോഷ വാർത്തയും കൂടി പറയുന്നുണ്ട്. എല്ലായിടത്തും വേറൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് കേട്ടോ. എന്റെ മധുരം ബേക്കറി ഉണ്ടല്ലോ, അത് നമുക്കൊരു ശാഖ കൂടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനെന്താ പേര് വെക്കാൻ പോണത്? അതിന്റെ പേരും മധുരം തന്നെയാ വെക്കാൻ പോണത്. കൊള്ളാം, സൂപ്പർ. പിന്നെ അതിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തമ്മിൽ ഒന്നും കൂടി ഒത്തുകൂടാം. അപ്പോ നമ്മുടെ
പിള്ളേര് പറയണ്ട് അച്ഛാ ആ പരിപാടിക്കെങ്കിലും നോൺ വെജ് വെക്കണേ പോടാ, അതൊക്കെ നോൺ വെജ് കാര്യങ്ങളൊക്കെ വെക്കാം, പിന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോ വെജ് തന്നെയാ നല്ലത് അല്ലേ അമ്മേ? അതെ അതെ, ബേക്കറിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ നോൺ വെജ് വെച്ചോ, ഇപ്പൊ ഒരു സദ്യ കൊടുത്തതല്ലേ എല്ലാവർക്കും. അതെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോകാണ്. നമ്മുടെ ടീച്ചറും വീണയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ടീച്ചറെ നമ്മുടെ മേരിക്കുട്ടി വിളിക്കാട്ടോ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു സരസ്വതി മോന്റെ വീടിന്റെ കാര്യങ്ങളും ചടങ്ങും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗസ് വാമിംഗ് ഒക്കെ പൊളി വിളിച്ചോ? പിന്നെ സൂപ്പർ ആയിരുന്നു. അവൻ വീട് വാങ്ങിയെന്ന് വെച്ചപ്പോ ഇത്രയും ഐശ്വര്യമുള്ള വീടാന്ന് വിചാരിച്ചില്ല കേട്ടോ. ആണോ? നല്ല വീടാണോ? പിന്നല്ലാതെ. ദേ നീ ഒരു ദിവസം വരണം കേട്ടോ. നിന്നെ വിളിച്ചതല്ല അവൻ സ്പെഷ്യൽ ആയിട്ട്. അതേടി വിളിച്ചതാണ്, വരാന്ന് വിചാരിച്ചതാണ്. പിന്നെന്തോ ജോണിന്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്നാലും നിനക്ക് വരായിരുന്നല്ലോ. അവൻ കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ, നിന്നെ വിളിച്ചായിരുന്നു. അല്ല, മാഷിനെ വിളിച്ചേടി, കൃഷ്ണമാഷിനെ വിളിച്ചില്ലേ എന്ന് മേരി ചോദിക്കുമ്പോ ഇല്ലടി, ഞാൻ പറഞ്ഞതാണ് അവനോട് വിളിക്കാനായിട്ട്. എന്തോ അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ, അവരുടെ വീടായി അവരുടെ പരിപാടിയായി, പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, നമ്മുടെ കനിക്കുട്ടി വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് മേരി. അത് കേൾക്കുമ്പോ ടീച്ചർ വേണ്ട, ഇല്ലടി അവള് വന്നില്ല. പിന്നെ അവളുടെ കാര്യമൊക്കെ നിനക്ക് അറിയാലോ. പെട്ടെന്നായിരിക്കും ബോംബ് വന്ന് വീഴുന്ന പോലെ പെട്ടെന്ന് മുമ്പിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും ആളെത്താതിരിക്കില്ല. മഹേഷ് രാത്രി വിളിച്ച് നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട് വരാത്തതിന്. അപ്പൊ അവളെന്നാലും മിക്കവാറും ഇന്ന് രാത്രി ആണെങ്കിൽ നാളെ രാവിലെ ലാൻഡ് ചെയ്യും അല്ലേ? ആവാനാണ് ചാൻസ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ജോണിന് ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഫോൺ വെക്കാണ്. അപ്പോഴേക്കും നമ്മുടെ കനി വരുവാട്ടോ. ആരുടെയൊക്കെയോ ബൈക്കിനെ പുറകെ ലിഫ്റ്റ് ഒക്കെ അടിച്ച് കനി വരുന്നുണ്ട്. മഹേഷിന്റെ വീട്ടിലേക്കാണ് ആദ്യം വരുന്നത്. അവർക്ക് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് ടീച്ചറുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് തന്നെ കനി വന്നെന്ന് അറിയുമ്പോഴേക്കും ജോണ് കനിനെ കാണാൻ വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ജോണിന്റെ മനസ്സിൽ ഇപ്പോഴും കനിക്ക് ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. കനിക്കാണെങ്കിൽ ഇനി കല്യാണമേ വേണ്ട, കാരണം ജോണിനെയാണ് കനി ആദ്യമായിട്ട് സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ ജോണിനോട് ചെറിയൊരു അടുപ്പം കനിക്കുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയൊരു അടുപ്പമല്ല, നല്ല അടുപ്പമുണ്ട്. നമ്മുടെ വീണക്കും കാര്യങ്ങൾക്കൊക്കെ അത് ചെറിയേറെ കുറെയൊക്കെ അറിയുകയും ചെയ്യാം. അവരെ ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് മാത്രമേ വീണക്ക് അറിയുള്ളൂ. പക്ഷെ കനിയുടെ ജീവിതം തന്നെ ജോണിന് വേണ്ടി മാറ്റി വെച്ചാണെന്ന് നമ്മുടെ വീണ പാവം അറിയില്ല കേട്ടോ. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് തന്നെ വീണ ആ സത്യവും മനസ്സിലാക്കുന്നുണ്ട്. കനി മനസ്സിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷൻ അത് നമ്മുടെ ജോണാന്നുള്ള സത്യം വീണ മനസ്സിലാക്കാണ്. വീണ അത് മനസ്സിലാക്കുന്നത് വേറെ എങ്ങനെയല്ല, കനി പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. കനി അത് പറയില്ലല്ലോ, പക്ഷെ അറിയും. വീണ ആ കാര്യം അറിയുക തന്നെ ചെയ്യും. അറിഞ്ഞു കഴിയുമ്പോ അതായത് ഇപ്പൊ എന്തായാലും നമ്മുടെ സന്തോഷിന്റെ വീണയുടെ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ട് വീണനെ കൊണ്ട് ജോണിനെ കെട്ടിക്കാൻ ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ കനി അത്രമാത്രം നമ്മുടെ ജോണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ജോണും വീണയും കൂടി പ്രണയിച്ച് ഒന്നാവട്ടെ, അവര് തമ്മിൽ ഒന്നാവട്ടെ, ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് കനി മനഃപൂർവ്വം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോണതാന്നൊക്കെ വീണ മനസ്സിലാക്കാണ്. അത് മനസ്സിലാക്കുമ്പോഴേക്കും വീണ എന്തായാലും അവരുടെ ഇഷ്ടത്തിനെയും അവരുടെ പ്രണയത്തിനെയും കൂട്ടു നിൽക്കുകയുള്ളൂ. പിന്നെ വീണക്ക് ഇപ്പോഴും സന്തോഷിനോടാണല്ലോ പ്രണയം. അതുകൊണ്ട് തന്നെ അവസാന ഹിയറിംഗ് ആയിട്ടുള്ള നമ്മുടെ കോടതിയിലെ ഹിയറിംഗ് വിളിക്കുമ്പോഴേക്കും വീണ സന്തോഷിനെ വിട്ടു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. സന്തോഷിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെന്തായാലും നാളത്തെ വീക്കെൻഡ് പ്രൊമോയില് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ എന്തായാലും പറയൂട്ടോ, നിങ്ങൾക്ക് വീണയും സന്തോഷവും ഒന്നാവാനാണോ, അതോ വീണയും ജോണും ഒന്നാവണോ, അതുപോലെ ജോണും കനിയും ഒന്നാവണോ എന്നുള്ളത് പറയണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.